സംസ്ഥാനത്ത് കാലവർഷം കനക്കും. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കോഴിക്കോട് കക്കയത്തും ഇടുക്കി പൂച്ചപ്രയിലും ഉരുൾപൊട്ടി. കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യം സർക്കാർ വിലയിരുത്തി വരികയാണെന്നും ജൂൺ 3 NDRFന്റെ അധിക യൂണിറ്റുകൾ സംസ്ഥാനത്തെത്തുമെന്നും മന്ത്രി കെ രാജൻ. വേനൽ മഴ വലിയ അളവിൽ കിട്ടി. ഇപ്പോൾ കളമശ്ശേരിയിലൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് പെയ്ത മഴ 162 mm മഴയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ 1.5 മണിക്കൂറിനകത്ത് 162 mm മഴ ഒരേ പ്രദേശത്ത് സമീപ ഭൂതകാലത്ത് ഉണ്ടായിട്ടില്ല. വേനൽ മഴ ആ അളവിൽ വരികയും മൺസൂൺ 31 വരുമെന്ന് പറഞ്ഞിരുന്നത് 30 തന്നെ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ മൺസൂണിന്റെ ആദ്യ ക്വാർട്ടറിനെ കുറിച്ചിട്ടുള്ളൊരു ആശങ്കയുണ്ട്. കനത്ത മഴയിൽ കോഴിക്കോട് കക്കയത്തും ഇടുക്കി പൂച്ചപ്രയിലും ഉരുൾപൊട്ടി. കോട്ടയം ജില്ലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറി. ആലുവ കമ്പനിപ്പടി റെയിൽവേ തുരങ്കത്തിൽ 2.5 മീറ്ററോളം വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവെച്ചു. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മൂലമറ്റം താഴ്വാരം കോളനിയിൽ തോടുകൾ കരകവിഞ്ഞു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ യാത്രാ നിയന്ത്രണം തുടരുകയാണ്. മഴ കനത്തതോടെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.